പൊതുവെയുള്ളൊരു സംശയം വാക്സിനുകളിൽ ഈ മെർക്കുറി, അലൂമിനിയം പോലെയുള്ള ഘടകങ്ങൾ ഉണ്ടല്ലോ എന്നാണ്. അപ്പോൾ അത് ശരീരത്തിന് ദോഷം ചെയ്യില്ലേ? എന്താണ് അതിനെക്കുറിച്ച് സാറ് പൊതുജനങ്ങളോട് പറയാനുള്ളത്? ഇത് വളരെ കാലമായി പ്രചാരത്തിലുള്ള ഒരു കെട്ടുകഥയാണ്. യഥാർത്ഥത്തിൽ ഈ മെർക്കുറിയുടെയും അലൂമിനിയത്തിൻ്റെയും വളരെ ചെറിയ അംശങ്ങളുണ്ടെന്നുള്ളത് സത്യമാണ്. അലൂമിനിയം ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു അഡ്ജുങ്ക്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ വീര്യം കൂട്ടാനുള്ള, അതിൻ്റെ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ കൂട്ടാനുള്ള ഒരു കാര്യമായിട്ടാണ് അലൂമിനിയം ഉപയോഗിക്കുന്നത്. അതിൻ്റെ അളവ് എന്നുണ്ടെങ്കിൽ മൈക്രോസ്കോപ്പിക്കാണ്. അത് നമ്മുടെ സാധാരണ ഭക്ഷണത്തിലുള്ള അത്ര പോലും അളവില്ല, അത്രയ്ക്ക് ചെറിയ അളവുകളാണ്. അത് നമ്മുടെ വാക്സിൻ വിരുദ്ധരുടെ ഒരു കെട്ടുകഥ മാത്രമാണത്. രാകേഷ്, അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ആൾക്കാരിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം വാക്സിനിൽ സുരക്ഷിതമാണെന്നുള്ള ആൾക്കാർക്ക് സംശയമുണ്ട്. അതുപോലെ പോളിയോ വാക്സിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളുണ്ടാവില്ല എന്ന് പറഞ്ഞ ആൾക്കാർ പ്രചാരം നടത്താറുണ്ട്. പ്രത്യേകിച്ചും പൾസ് പോളിയോ കാലത്ത് അങ്ങനെ പ്രചാരം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചില മീസിൽസ് വാക്സിൻ ഓട്ടിസം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇത്തരം പ്രചരണങ്ങൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. ആൾക്കാരെ കുത്തിവെപ്പെടുക്കുന്നതിൽ നിന്നും തടയുന്നുണ്ട്. ഇതിൽ രാകേഷിൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാൽ നന്നായിരിക്കും. നമ്മൾ ഒരുപാട് ഗവേഷണ പഠനങ്ങൾക്ക് ശേഷമാണ് ഒരു വാക്സിൻ നമ്മുടെ വാക്സിനേഷൻ ഷെഡ്യൂളിൽ ചേർക്കുന്നത്. മൃഗങ്ങളിലെ പരീക്ഷണം നടത്തുന്നുണ്ട്, വാക്സിൻ്റെ ഗുണനിലവാരം നോക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് ഉപയോഗപ്രദമാണോ, സുരക്ഷിതമാണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് വാക്സിന് ലൈസൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ആശങ്ക അനാവശ്യമാണ്. പിന്നെ സാർ ചോദിച്ച പോലെ പലർക്കും ഉള്ളൊരു സംശയമാണ്, പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് കാണാം പോളിയോ വാക്സിൻ ലൈംഗികശേഷിയെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ MMR വാക്സിൻ ഓട്ടിസം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ പോളിയോ വാക്സിനോ എന്നല്ല മറ്റൊരു വാക്സിനും ലൈംഗികശേഷിയെ ബാധിക്കുന്നില്ല. ജനസംഖ്യ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടുള്ളതല്ല വാക്സിൻസ്. അതുപോലെ MMR വാക്സിൻ ഓട്ടിസം ഉണ്ടാക്കുന്നില്ല എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. അതല്ലെങ്കിലും അതെ, ഒന്ന് ഓർത്താൽ മതി, നാട്ടിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് കുത്തിവെപ്പെടുത്തുന്നു, പോളിയോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർക്ക്. അവരെല്ലാം ലൈംഗികശേഷി ഇല്ലാതെ വരുന്നതാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ജനസംഖ്യ കൂടില്ലല്ലോ. അതൊരു സാമാന്യ ബുദ്ധി മാത്രമാണ്. സർ, അതുപോലെ തന്നെ പഴയ തലമുറയിലെ ആളുകൾ പലരും, ഈ തലമുറയിലെ ചിലരും വാക്സിൻ എടുക്കാതെ തന്നെ പല അസുഖങ്ങളും ഇല്ലാതെ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ വാക്സിൻ എടുത്ത പലർക്കും മറ്റു പല അസുഖങ്ങളും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുക? സാധാരണ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി പോരെ? അതിൽ മുൻ തലമുറയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് രസകരമാണ്. കാരണം അക്കാലത്ത് അതിൻ്റെ ആൾക്കാരുടെ ജീവിത കാലാവധി ഏതാണ്ട് 45-50 വയസ്സൊക്കെ ആയിരുന്നു. ഇപ്പോൾ അത് 75 വയസ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പഴയ ആൾക്കാരുടെ കാര്യം നമ്മൾ പറയാതിരിക്കുകയാണ് നല്ലത്. അങ്ങനെ ഈ കഥകളിൽ മാത്രം, വാട്സപ്പിൽ മാത്രം കാണുന്ന കാര്യമാണ്. എന്ന് മാത്രമല്ല, നമുക്കറിയാം അക്കാലത്ത് സ്മോൾ പോക്സ് പോലുള്ള അസുഖങ്ങൾ, കോളറ പോലുള്ള അസുഖങ്ങൾ ആൾക്കാരുടെ ജനപദങ്ങളെ തന്നെ, സമൂഹങ്ങളെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്ന കഥയാണ്. അതുകൊണ്ട് ആ സ്മോൾ പോക്സ് പോലുള്ള, അതായത് വസൂരി പോലുള്ള രോഗങ്ങളെ നിർമ്മാർജ്ജനം ചെയ്തത് യഥാർത്ഥത്തിൽ നമ്മുടെ വാക്സിനാണ്. അപ്പോൾ അതുകൊണ്ട് പഴയ തലമുറയിലത്തെ കഥ വളരെ കഷ്ടമാണ്. അത് മാത്രമല്ല, നമുക്കറിയാം പണ്ട് കാലത്ത് നമുക്ക് ധാരാളം കുഞ്ഞുങ്ങൾ ജനിക്കുമായിരുന്നു. ഓരോ കുടുംബത്തിലും ഓരോരുത്തർക്കും 8-10 കുട്ടികളെ പ്രസവിക്കുകയും പക്ഷേ അതിൽ 2-3 പേര് മരിക്കുകയൊക്കെ ചെയ്യുന്ന കാലം ഉണ്ടായിരുന്നു ഒരു സമയത്ത്. പക്ഷേ ഇന്ന് നമുക്കറിയാം ഒരു കുഞ്ഞ് മരിക്കാന്നുണ്ടെങ്കിൽ അതൊരു വാർത്തയാണ്. കാരണം അതുകൊണ്ട് അന്നത്തെ കാര്യമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റാത്ത കാര്യമാണ്. നമുക്ക് താരതമ്യപ്പെടുത്താനേ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഇന്നും ഇപ്പോൾ കുത്തിവെപ്പെടുക്കാത്ത ആൾക്കാർ ഞങ്ങൾക്ക് കുഴപ്പമില്ലോ എന്ന് പറഞ്ഞ് ജീവിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കഥ ബെറ്റർന്നാണ്. അതിന് നമ്മൾ ഹെറിഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അതായത് നമ്മുടെ നാട്ടിലെ മിക്കവാറും എല്ലാ ആൾക്കാരും കുത്തിവെപ്പെടുക്കുന്നുണ്ട്. ആ കുത്തിവെപ്പെടുത്ത ആൾക്കാരുടെ കുഞ്ഞുങ്ങളും അവരൊക്കെ രോഗപ്രതിരോധ സംവിധാനമുള്ള ആൾക്കാരാണ്, അവർക്ക് രോഗപ്രതിരോധമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഇവരെല്ലാം ചേർന്നിട്ട് സമൂഹത്തിൽ ഒരു സുരക്ഷാ കവചം ഉണ്ടാക്കുന്നുണ്ട്. രോഗാണുവിന് ഈ കുത്തിവെപ്പെടുക്കാത്ത ആൾക്കാരിൽ എത്തണ്ടേ? അതെത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം ചുറ്റുമുള്ള എല്ലാവരും പ്രതിരോധമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് കുത്തിവെപ്പെടുക്കാത്ത ആൾക്കാർ പോലും രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ രോഗം വരുന്ന കാര്യം, നമ്മൾ കുത്തിവെപ്പെടുക്കുന്നത് ചില മാരകമായ രോഗങ്ങളെ ഇല്ലാതാക്കാൻ, വരാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള കുത്തിവെപ്പാണ്. അല്ലാണ്ട് പനിയും ചുമയും വരാതിരിക്കാനുള്ള കുത്തിവെപ്പല്ല. അപ്പോൾ പനിയും ചുമയും വരും, പക്ഷേ മാരകമായ രോഗങ്ങൾ, അതായത് ഡിഫ്തീരിയ, അതുപോലെ വില്ലൻ ചുമ തുടങ്ങിയ രോഗങ്ങളെ ഇല്ലാതാക്കാൻ തീർച്ചയായിട്ടും അത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് കുത്തിവെപ്പ് എടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം പൊതുവിൽ ഇങ്ങനെയാണെങ്കിലും ചില സമയത്ത് കഷ്ടകാലത്തിന് രോഗാണുവെന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമാണ്. നമുക്കറിയാം മലപ്പുറത്ത് കഴിഞ്ഞ ഒരു 3-4 വർഷം മുമ്പ് ഒരു ഡിഫ്തീരിയ ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടായി. എത്രയോ കുട്ടികൾ മരിച്ചു പോയിരുന്നു. ഒരു 8-10 കുട്ടികൾ മരിച്ചു പോയിരുന്നു. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഭയങ്കര റിസ്ക്കാണ്.